നമസ്കാരം. പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനെ ആക്രമിക്കാൻ CPM പദ്ധതിയിട്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നിലവിൽ എസ് രാജേന്ദ്രൻ ഒരു കാരണവശാലും CPMൽ നിന്ന് അംഗത്വം പുതുക്കില്ല എന്ന നിലപാടിലാണ്. പാർട്ടിയെ സംബന്ധിച്ച് നിലവിൽ രാജേന്ദ്രൻ ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ആകണം CPM ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്ന് രാജേന്ദ്രൻ ആരോപിക്കുന്നത്. പാർട്ടിയെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ആളെ തല്ലി ഒതുക്കുക എന്നതാണ് പാർട്ടിയുടെ പണ്ടേ മുതലുള്ള ഉദ്ദേശം. CPM പണ്ട് മുതലേ നടത്തിവരുന്ന ഒരു സമീപനവും അത് തന്നെയാണ്. സൂക്ഷിക്കണമെന്ന് രാജേന്ദ്രന് CPMൽ നിന്ന് തന്നെ പല നേതാക്കളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജേന്ദ്രൻ നേരെ ആക്രമണത്തിന് സാധ്യത ഉണ്ടെന്ന് പോലീസിനും വിവരം ലഭിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ തന്നെ ഉപദ്രവിക്കാൻ CPM തുടരുകയാണെന്ന് എസ് രാജേന്ദ്രൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ രാജേന്ദ്രന് ഒപ്പം നിൽക്കുന്നവർ എന്ന് കരുതുന്നവരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. അവർക്ക് നേരെയാണ് CPM ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കോരടിക്കാട് മണികണ്ഠന്റെ വീട്ടിലെത്തിയ CPM ഗുണ്ടകൾ ആക്രമണം നടത്തുകയും മകളുടെ കൈ തല്ലി ഒടിക്കുകയും ചെയ്തു. CPM തന്നോട് ഉപദ്രവിക്കുന്ന നയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും രക്ഷ നേടാനാണ് BJP പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കുന്നതെന്നും നേരത്തെ പറഞ്ഞിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും താൻ പ്രചാരണത്തിന് ഇറങ്ങിയില്ല എങ്കിൽ CPMന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന ചിന്തയാണ് CPMന് ഉള്ളതെന്നും രാജേന്ദ്രൻ പറഞ്ഞു. തന്നെ ഉപദ്രവിക്കരുതെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ചില നേതാക്കൾ അതൊന്നും വകവയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് BJPയിൽ പ്രവേശിക്കാൻ പോകുന്നത്. തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ട്. അതുകൊണ്ടാണ് BJP നേതാക്കൾ വീട്ടിലെത്തി BJP പ്രവേശനം സംബന്ധിച്ച് സംസാരിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. BJPയിലേക്ക് വരണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് BJPയിലേക്ക് പോവാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. തനിക്കൊപ്പം നിൽക്കുന്നവരെ CPM അടിച്ചൊതുക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചാണ് തനിക്കെതിരെ ആക്രമണം നടത്തുന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിലാണ് ഈ കൊട്ടേഷൻ സംഘത്തിന് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. 3 ഇടങ്ങളിൽ തന്നെ അനുകൂലിക്കുന്നവരെ മർദ്ദിച്ചിട്ടുണ്ട്. പോലീസിനും ഇത് സംബന്ധിച്ച് ശക്തമായ നടപടിയൊന്നും എടുക്കുന്നില്ല എന്ന് രാജേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു. രാജേന്ദ്രന്റെ സുരക്ഷ ഒരുക്കുക പോലീസിന്റെ കടമയാണ്. ഒരു രാഷ്ട്രീയ സംഘർഷം ഒഴിവാക്കേണ്ടത് പോലീസും കൂടെ വിചാരിച്ചാൽ അത് നടക്കും. ഇനി രാജേന്ദ്രന്റെ സുരക്ഷ എന്താണെന്ന് ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.